ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം HSTക്ക് വേണ്ടി ആലോചനയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ബാലൻസ് നോക്കാം. लास्ट നമ്മൾ പറഞ്ഞത് तुलनात्मक आलोचना का आरंभ 1907 ईस्वी में पद्म सिंह शर्मा द्वारा लिखित बिहारी और सादी, फारसी कविയാണ് സാദി, की तुलनात्मक आलोचना से माना जाता है. അതിൻ്റെ ബാലൻസ് നമുക്ക് നോക്കാം. पंडित पद्म सिंह शर्मा ने बिहारी को श्रृंगार रस का सर्वश्रेष्ठ कवि घोषित किया. पंडित पद्म सिंह शर्मा ആണ് ബിഹാരിയെ ശൃംഗാർ രസ് का सर्वश्रेष्ठ കവിയായിട്ട് പ്രഖ്യാപിച്ചത്. तुलनात्मक आलोचना के क्षेत्र में मिश्रबिंदु, लाला भगवान दीन, कृष्ण बिहारी मिश्र आदि प्रमुख हैं. ആലോചനയിൽ നമ്മൾ തുലനാത്മക ആലോചനയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ തുലനാത്മക ആലോചനയിൽ മിശ്രബിന്ദു, ലാല, ഭഗവാൻ ദീൻ, കൃഷ്ണ ബിഹാരി ഇവരൊക്കെയാണ് പ്രമുഖർ. मिश्रबिंदुओं ने 1910 ईस्वी में अपने हिंदी नवरत्न में हिंदी के प्रमुख 9 कवियों, മിശ്രബിന്ദു 1910 തൻ്റെ ഹിന്ദി നവരത്നയിലെ ഹിന്ദിയിലെ പ്രമുഖരായ 9 കവികൾ, ആ 9 കവികൾ ആരൊക്കെ നമുക്ക് നോക്കാം. സൂർ, തുളസി, ദേവ്, ബിഹാരി, കേശവ്, ഭൂഷൺ, സേനാപതി, ചന്ദ്, ഹരിചന്ദ്ര, ഈ 9 പേര് की विस्तृत आलोचना प्रस्तुत की. इसमें आलोचना का आधार तुलनात्मक है. മിശ്രബിന്ദു 1910 ഹിന്ദി നവരത്നയിൽ ഹിന്ദിക്ക് പ്രമുഖ 9 കവിയോ, 9 കവികൾ. ആ 9 കവികൾ ആരൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിൽ ഉൾപ്പെടുന്നത് ആര്, ഉൾപ്പെടാത്ത ആരെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. 9 കവികൾ എന്ന് പറയുന്നത് സൂർ, തുളസി, ദേവ്, ബിഹാരി, കേശവ്, ഭൂഷൺ, സേനാപതി, ചന്ദ്, ഹരിചന്ദ്ര की വിസ്തൃത ആലോചന പ്രസ്തുത की. इसमें आलोचना का आधार ഏതായിരുന്നു? തുലനാത്മക ഹെ. തുലനാത്മക ആലോചനയായിരുന്നു അതിൽ ആധാരം. मिश्रबिंदुओं ने हिंदी नवरत्न में देव को बहुत ऊंचा स्थान दिया है. അതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം കൊടുത്തിരുന്നത് ആർക്കാണ്? ദേവിനാണ്. ദേവ് को बहुत ऊंचा स्थान दिया और बिहारी को उनके बाद लिखा था. മിശ്രബിന്ദു ഹിന്ദി നവരത്നിൽ ദേവിന് ഉയർന്ന സ്ഥാനം കൊടുക്കുകയും ബിഹാരിയെ അതിനുശേഷം പറയുകയാണ് ചെയ്തത്. ലാല ഭഗവാൻ ദീനിനെ ബിഹാരി അവർ ദേവ് ലിഖ്കർ ബിഹാരി കോ ദേവ് സെ ബഡാ സിത്ത് കിയാ ഹെ. ഇത് ഹിന്ദി സാഹിത്യത്തിലെ ഒരു വിവാദമാണ്. ലാല ഭഗവാൻ ദീൻ അതേ സ്ഥാനത്ത് മിശ്രബിന്ദു ആദ്യം ദേവിന് സ്ഥാനം കൊടുത്തപ്പോൾ ലാല ഭഗവാൻ ദീൻ ബിഹാരി അവർ ദേവ് എന്നുള്ളത് എഴുതി ബിഹാരിക്ക് ദേവിനേക്കാൾ ബഡ ആ സ്ഥാനം നൽകി. ലാല ഭഗവാൻ ദീനെ ബിഹാരി അവർ ദേവ് ലിഖ്കർ ബിഹാരി കോ ദേവ് സെ ബഡ സിത്ത് കിയാ ഹെ. പണ്ഡിത് കൃഷ്ണ ബിഹാരി മിശ്രനെ ദേവ് അവർ ബിഹാരി ഗ്രന്ഥ ലിഖർ ദേവ് കോ ബിഹാരി സെ ബഡ സിത്ത് കിയ. അപ്പോൾ ആരൊക്കെയാണ് ദേവിന് പ്രമുഖരായിട്ട് പറഞ്ഞത്? ആദ്യം മിശ്രബിന്ദുവാണ്. ഹിന്ദി നവരത്നിൽ ദേവ് കോ ബഹുത്ത് ഊഞ്ചാ സ്ഥാൻ ദിയ, ബിഹാരി കോ ഉൻകെ ബാദ് രഖ. അത് കഴിഞ്ഞ് ലാല ഭഗവാൻ ദീൻ ബിഹാരി അവർ ദേവ് എന്നുള്ളത് എഴുതി ബിഹാരിക്ക് ദേവിനേക്കാൾ ബഡാ സ്ഥാൻ കൊടുത്തു. പിന്നെ മൂന്നാമത് പണ്ഡിത് കൃഷ്ണ ബിഹാരി മിശ്രം ദേവ് അവർ ബിഹാരി. ആ പേരുകൾ ഓർക്കുക. ആദ്യം വരുന്ന പേരിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഓരോരുത്തരും. ഭഗവാൻ ദീൻ ബിഹാരി അവർ ദേവ് എഴുതി, അപ്പോൾ ബിഹാരിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. കൃഷ്ണ ബിഹാരി മിശ്ര ദേവ് അവർ ബിഹാരി എഴുതി, അവിടെ ദേവിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ദേവ് കോ ബിഹാരി സെ ബഡാ സിത്ത് കിയാ ഹെ. शोध एवं अनुसंधात्मक समीक्षा का विकास वस्तुतः नागरी प्रचारिणी पत्रिका 1897 के प्रकाशन से माना जाता है. शोध एवं അനുസന്ധാത്മക സമീക്ഷ का विकास ഏതിലൂടെയെന്നാണ് കരുതപ്പെടുന്നത്? നാഗരി പ്രചാരിണി പത്രികയിലൂടെ. നാഗരി പ്രചാരിണി പത്രികയുടെ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1897 के प्रकाशन से माना जाता है. बाबू श्याम सुंदर दास ने तुलसीदास और भारतेंदु पर गवेषणात्मक आलोचना प्रस्तुत की. ശ്യാം സുന്ദർ ദാസ് തുളസീദാസിലും പിന്നെ ആരിലും ഭാരതേന്ദു पर गवेषणात्मक आलोचना प्रस्तुत की. बाबू श्याम सुंदर दास ने साहित्यालोचन के माध्यम से नवीन समीक्षा सिद्धांतों की आवश्यकता पर बल दिया है. बाबू श्याम सुंदर दास
साहित्यालोचन അത് इम्पोर्टेंट साहित्यालोचन के माध्यम से नवीन समीक्षा सिद्धांतों का आवश्यकता पर बल दिया है। पद्मलाल पुन्नालाल बख्शी ने विश्व साहित्य नामक ग्रंथ में पाश्चात्य काव्य सिद्धांतों की विवेचना की है तथा इसमें भारतीय और पाश्चात्य काव्य सिद्धांतों का तुलनात्मक अध्ययन प्रस्तुत किया है। पद्मलाल पुन्नालाल बख्शिയുടേതാണ് ഇത് विश्व साहित्य ग्रंथ में नामक ग्रंथ में पाश्चात्य काव्य सिद्धांतों की विवेचना की है അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് പാശ്ചാത്യ കാവ്യ സിദ്ധാന്തങ്ങളാണ് की विवेचना की है तथा इसमें ഭാരതീയ और പാശ്ചാത്യ കാവ്യ സിദ്ധാന്തവും തുലനാത്മക അധ്യയനം പ്രസ്തുത അവിടെയുണ്ട് തുലന ഭാരതീയ സാഹിത്യവും പാശ്ചാത്യ സാഹിത്യവും തമ്മിലുള്ള തുലനാത്മക അധ്യയനം അതിലും വരുന്നുണ്ട് വിശ്വ സാഹിത്യം ആരുടേതാണ് പത്മലാൽ पुन्नालाल बख्शिയുടേത് हिंदी साहित्य विमर्श में पद्मलाल पुन्नालाल बख्शी ने आदिकाल की समीक्षा मौलिक ढंग से प्रस्तुत की है। പത്മലാൽ പുന്നാലാൽ ബക്ഷിയുടെ വിശ്വസാഹിത്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തത് ഹിന്ദി സാഹിത്യ വിമർശ്, അതും അദ്ദേഹത്തിൻ്റേതാണ്. പത്മലാൽ പുന്നാലാൽ ബക്ഷിയുടെ ഹിന്ദി സാഹിത്യ വിമർശിൽ ആദികാൽ की समीक्षा मौलिक ढंग से प्रस्तुत की है. बाबू गुलाब राय ने भारतीय रस सिद्धांत के साथ ही कला साहित्य कविता आदि के संबंध में पाश्चात्य विचारकों के मत को भी समाहित किया. बाबू गुलाब राय भारतीय रस सिद्धांत के साथ ही भारतीय रस सिद्धांतोടൊപ്പം कला साहित्य कविता आदि के संबंध में पाश्चात्य विचारकों के मत को भी समाहित किया है. बाबू गुलाब राय ने साहित्य सिद्धांतों के समन्वय पर सर्वाधिक बल दिया है. बाबू गुलाब राय ने रस की विवेचना मुख्य रूप से भरत मुनि के नाट्यशास्त्र के आधार पर की है. बाबू गुलाब राय രസിൻ്റെ വിവേചന ആരുമായിട്ടാണ് കമ്പയർ ചെയ്ത് മുഖ്യ രൂപസെ ഭരതമുനി के നാട്യശാസ്ത്ര के അതാണ് അതിൽ ആധാരമായിട്ട് എടുത്തിട്ടുള്ളത്. किंतु यत्र तत्र पाश्चात्य काव्य सिद्धांतों और മനോവിജ്ഞാൻ കാഫി സഹാര ദിയാ ഹെ. അപ്പം ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് ആധാരമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ബാബു ഗുലാബ് റായ് രസവിവേചനയ്ക്ക് അതിലെന്തുകൊണ്ട് പാശ്ചാത്യ കാവ്യ സിദ്ധാന്തവും അവർ മനോവിജ്ഞാനം കാഫി സഹാരാലിഹ അതും ഉണ്ട്, അതിൻ്റെ സഹായവും നേടിയിട്ടുണ്ട്. അപ്പോൾ ആലോചനയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. നെക്സ്റ്റ് ഡേ നമുക്കത് ബാലൻസ് പറയാം. ഓക്കെ, താങ്ക് യു.